ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി എഗ് ബിരിയാണിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിനായി മുട്ട ഇവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു ബൗളിൽ കുറച്ച് പെരിഞ്ജീരകം, നല്ല ജീരകം, വെളുത്ത കസകസ് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ സോക്ക് ചെയ്യാനായിട്ട് വെച്ച നല്ല ജീരകം, പെരിഞ്ജീരകം, വെളുത്ത കസകസ്, കൂടെ പുതിനയില, മല്ലിയില ഇവയെല്ലാം കൂടി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായി ആദ്യം ദമ്മ് ചെയ്തെടുക്കാനുള്ള സവാള വറുത്തെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. സവാള ബ്രൗൺ കളർ ആകുന്നതോടുകൂടി കുറച്ച് കറിവേപ്പിലയും ഗരം മസാലയും കൂടിയും ചേർത്ത് വറുത്തെടുക്കണം. സവാള മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചൂടായ എണ്ണയിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ കാണിച്ച ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കസകസും നല്ല ജീരകം, പെരിഞ്ജീരകം, പുതിനയില, മല്ലിയില ഇവയെല്ലാം കൂടി അരച്ചെടുത്തതാണ്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. മസാല എല്ലാം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചുള്ള എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് അരി വേവിച്ചെടുക്കണം. വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ, ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവയെല്ലാം കൂടി ചേർത്ത് കൊടുക്കണം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അരി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. എല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ അരിയും 10 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അരി മുഴുവൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനിത് ദം ചെയ്തെടുക്കാം. ബിരിയാണിക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വല്പം വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ കലക്കി ഇതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുകളിൽ കുറച്ച് മല്ലിയിലയും നെയ്യും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ് ബിരിയാണി ഇവിടെ റെഡിയായി. വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കണം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.